മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, കഫൂസ് ബിയാനകും ഹത്താ തദ്ഹബ ഫഹ്മത്തുൽ ഇശാ. നിങ്ങളാ മഗ്രിബിന്റെ സമയത്ത് മക്കളെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. പ്രിയപ്പെട്ടവരെ, മക്കളൊക്കെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കും. ചെറിയ മക്കളെ പ്രത്യേകിച്ചും മഗ്രിബിന്റെ സമയത്ത് അവരെ പുറത്ത് കളിക്കാൻ അനുവദിക്കരുത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാര്യമെന്നറിയോ? അത് സാഅത്തുൻ തഹുബുശ്ശയാത്വീൻ. ആ സമയത്ത് പിശാച് ഞെട്ടോട്ടമോടുന്ന സമയമാണ്. ആ സമയത്ത് അങ്ങനെ മക്കളെ കണ്ടാൽ അവരിലേക്ക് കയറാനും ആ പിശാചുക്കളുടെ കണ്ണേറി ഏൽക്കാനും മറ്റുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവാനും കാരണമാകും. ശൈത്താൻ വല്ലാത്തൊരു സാധനാണ് റബ്ബേ. പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ വരുത്തി വെക്കാൻ പിശാച് ശ്രമം നടത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണം. ഇങ്ങനെയാ കാവൽ തേടേണ്ടത്. അഊദു ബിറബ്ബിൽ ഫലഖ്. ഫലഖിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ്. പ്രഭാതത്തിന്റെ റബ്ബിനോട്, നരകത്തിന്റെ റബ്ബിനോട്, സൃഷ്ടികളുടെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാ. മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്തൊക്കെയുണ്ടോ അതിന്റെ മുഴുവനും ഷർറിൽ നിന്ന് കാവൽ തേടുകയാണ്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. രാത്രിയുടെ ഷർറിൽ നിന്നും, വമിൻ ശർരി ഗാസിഖിൻ, രാത്രിയുടെ ഷർറിൽ നിന്നും കാവൽ തേടുകയാണ്. ഇദാ വഖബ്, ആ രാത്രി ഉരുൾമുറ്റിയാൽ. പകലിനെ അപേക്ഷിച്ച് പലപ്പോഴും നമുക്ക് ഭയം രാത്രിയാണ്. അങ്ങനെയാണ്. ചിലരെല്ലാം പകല് വലിയ ധൈര്യത്തിൽ പലയിടത്തേക്കും പോകും, പക്ഷെ രാത്രി പുറത്തിറങ്ങാൻ പേടിയാണ്. രാത്രി ഉരുൾമുറ്റിയ രാത്രി അതൊരു ഭീതിയുടെ പ്രത്യേക സാഹചര്യമാണ്. വെളിച്ചമില്ലാത്തത് കൊണ്ട് പലതരത്തിലുള്ള അപകടങ്ങളിൽ പെടാനേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രിയുടെ ഷർറുകളിൽ നിന്ന് ഇലാഹായ റബ്ബിനോട് കാവൽ തേടുകയാണ്. പകലിനെ അപേക്ഷിച്ച് മനുഷ്യന് ഭയം രാത്രിയിലായിരിക്കും കൂടുതൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, രാത്രിയിൽ പ്രിയപ്പെട്ടവരെ പല കാര്യങ്ങളും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ കാണാത്ത വിധത്തിലുള്ള പല ജീവികളും രാത്രിയിൽ വ്യാപിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇയ്യാകും വസ്സമുർ ബഅദ ഹുദൂഇൽ ലൈൽ. രാത്രി തോന്നിയതുപോലെ നടക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കണം. രാത്രി നിങ്ങൾ തോന്നിയതുപോലെ പുറത്തിറങ്ങി നടക്കരുത്. രാത്രിയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹദകും ലാ യദ്രി മാ യബുസ്സുല്ലാഹു മിൻ ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ കാണാൻ പറ്റിയ സൃഷ്ടികളുണ്ട്, കാണാൻ പറ്റാത്ത സൃഷ്ടികളുമുണ്ട്. ഈ സൃഷ്ടികൾ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വ്യാപിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് രാവിനെ ശ്രദ്ധിക്കണേ. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഖല്ലിഖുൽ അബ്വാബ്. മഗ്രിബായാൽ അതോടുകൂടെ സഹോദരി നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ അടച്ചു പൂട്ടേണ്ടതാണ്. രാത്രിയിലെ വാതിലൊക്കെ തുറന്നിടുക ശരിയല്ല. രാത്രിയായാൽ വീടിന്റെ കതകടക്കണം, വാതിലുകൾ അടച്ചു പൂട്ടണം. അതാണ് ഖല്ലിഖുൽ അബ്വാബ്. രാത്രിയായാൽ നിങ്ങൾ വാതിലുകൾ അടച്ചിടണം. മഗ്രിബോടുകൂടെ വാതിലടക്കണം, അങ്ങനെ തുറന്ന് വെക്കാൻ പാടില്ല. അതുപോലെ നിങ്ങളുടെ പാത്രങ്ങളൊക്കെയും നിങ്ങൾ അടച്ചു വെക്കണം. പഴയ കാലത്തൊക്കെ, ഇന്ന് പൈപ്പും സംവിധാനമൊക്കെ വ്യാപകമാകുന്നതിന് മുമ്പ് വെള്ളം നമ്മൾ വലിയ പാത്രത്തിൽ, ബക്കറ്റിലും ചെമ്പിലൊക്കെ നിറച്ചു വെക്കലാണല്ലോ.
ഏതായാലും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ, അത് ഭക്ഷണത്തിന്റെ പാത്രങ്ങളാവട്ടെ, വെള്ളത്തിന്റെ പാത്രമാവട്ടെ, എല്ലാ പാത്രങ്ങളും പ്രത്യേകമായി അടച്ചു വെക്കണം. അതുപോലെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്ക് കെടുത്തിയിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. പഴയ കാലത്ത് മണ്ണെണ്ണ വിളക്കൊക്കെ ആയിരുന്നല്ലോ വ്യാപകമായിരുന്നത്. അപ്പൊ രാത്രി ഉരുൾമുട്ടിയ രാത്രി കാണുമ്പോൾ ഒരുതരം പേടി തോന്നുമെന്നത് കൊണ്ട് പലപ്പോഴും തിരി താഴ്ത്തി വെച്ച് ചെറിയ വെളിച്ചത്തിൽ കിടക്കാറായിരുന്നു പതിവ്. ഇന്ന് സീറോ ബൾബൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം. ഏതായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിളക്ക് കെടുത്തണം, അതായത് അപകട സാധ്യതകൾ ഇല്ലാതെയാക്കണം എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മഗ്രിബിന്റെ സമയത്ത് ഒരിക്കലും മക്കളെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. ശ്രദ്ധിക്ക് സഹോദരാ, ശ്രദ്ധിക്ക് സഹോദരി, മഗ്രിബിന്റെ സമയത്തൊരു കാരണവശാലും മക്കളെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. അൻജാബിരിൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളാ മഗ്രിബിന്റെ സമയത്ത് മക്കളെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. പ്രിയപ്പെട്ടവരെ, മക്കളൊക്കെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കും. ചെറിയ മക്കളെ പ്രത്യേകിച്ചും മഗ്രിബിന്റെ സമയത്ത് അവരെ പുറത്ത് കളിക്കാൻ അനുവദിക്കരുത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാര്യമെന്നറിയോ? അത് സാഅത്തുൻ തഹുബുശ്ശയാത്വീൻ, ആ സമയത്ത് പിശാജ് ഞെട്ടോട്ടമോടുന്ന സമയമാണ്. ആ സമയത്ത് അങ്ങനെ മക്കളെ കണ്ടാൽ അവരിലേക്ക് കയറാനും ആ പിശാചുക്കളുടെ കണ്ണേറി ഏൽക്കാനും മറ്റുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവാനും കാരണമാകും. ശൈത്താൻ വല്ലാത്തൊരു സാധനാണ് റബ്ബേ. പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ വരുത്തി വെക്കാൻ പിശാച് ശ്രമം നടത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ആ രാത്രി ഉരുൾമുറ്റിയാൽ അതിന്റെ ഷർറിൽ നിന്നും അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുകയാണ്.